ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പെസഹ ദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പെസഹ എന്ന ആ വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്കെന്നാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിലുള്ള കടന്നുപോക്കൽ, വിമോചനത്തിൻ്റെ കടന്നുപോക്കൽ, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്കൽ. രണ്ടാം വത്തിക്കാൻ കൗൺസില് ഈ യുഗാന്ത്യോന്മുഖ ദർശനം സഭയ്ക്ക് നൽകുന്നു, അതിന് ഊന്നൽ നൽകുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ, തിരുസഭയെക്കുറിച്ചുള്ള 7-ാമത്തെ അധ്യായത്തിൽ യുഗാന്ത്യോന്മുഖത, നമുക്ക് സ്ഥിരമായ ഒരു വസതിയില്ല, എല്ലാം കടന്നു പോകും, നീ മാത്രം നിലനിൽക്കും എന്നുള്ള നിത്യസത്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. എബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് തന്നെയല്ലേ വായിക്കുന്നത്. എല്ലാം കടന്നു പോകും. നമ്മൾ സഭയും ലോകസഭയും ഇതും കടന്നു പോകും. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് നിൻ്റെ രാജ്യം വരണം. ഏത് രാജ്യമാണ്? യുഗാന്ത്യോന്മുഖ ദർശനമാണ് അവിടെ നൽകുന്നത്. പാരിഷ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഇടവകയ്ക്ക്. അതിൻ്റെ അർത്ഥം എന്താ? സത്രത്തിൽ താമസിക്കുന്നവരെന്നാണ് അതിൻ്റെ യഥാർത്ഥ മൂലാർത്ഥം. പാര ഓയിക്കുക ഗ്രീക്ക് വാക്കുകളാണ്. അതായത് സത്രത്തിൽ, സ്ഥിരമായുള്ള ഭവനത്തിലല്ല, സത്രത്തിൽ താമസിക്കുന്നവർ തീർത്ഥാടകരല്ലേ. പാര ഓയിക്കുക നിത്യവസതി അല്ലാതെ. നമ്മൾ ഇടവകയും രൂപതയും എല്ലാം കടന്നു പോകും. 2-ാം വത്തിക്കാൻ കൗൺസിൽ സംബന്ധിക്കാൻ സാധിച്ചു. അതിൽ ഈ സഭയുടെ യഥാർത്ഥ ദർശനം നമുക്ക് തന്നത്, അതിൽ സംഭവിച്ച പല സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു അസുലഭ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതുതന്നെയാണ് അധ്യാപന കാലത്തും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഭൗതിക വ്യവസ്ഥിതിയിൽ നിന്ന്, സാമ്രാജ്യത്വ വ്യവസ്ഥിതിയിൽ നിന്ന് ഉള്ള കടന്നുപോകലൂടെയാണ് സഭയിലേക്കും ഈ സാമ്രാജ്യത്വ വ്യവസ്ഥിതി കടന്നു വന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? ഷേക്ക് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദി എംപയർ വിച്ച് gathered in the church Rome from the time of Emperor Constantine. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ സഭയിലേക്ക് കുമിഞ്ഞുകൂടിയ സാമ്രാജ്യത്വ വ്യവസ്ഥിതി, അതായത് ഭൗതിക വ്യവസ്ഥിതി എന്നുള്ള വിമോചനമാണ് ഈ കൗൺസിലിൻ്റെ ലക്ഷ്യം. അത് പലർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. സഭയിലെ അധികാരസ്ഥാനങ്ങളൊക്കെ സാമ്രാജ്യ വ്യവസ്ഥയിൽ നിന്ന് കടന്നു അവിഹിതമായി കടന്നു വന്നിട്ടുള്ളതാണെന്നും നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ഇത് ഭൗതികതയിൽ നിന്ന് അപരിമേയതയിലേക്ക്, അഭൗമികതയിലേക്കുള്ള കടന്നുപോക്കലാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പിതാവ് നിത്യതയിൽ നമുക്ക് മനുഷ്യനെ നമ്മുടെ രൂപത്തിൽ രൂപം കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ ത്രിത്വ. അതിനാണ് നമ്മൾ ആത്മീയമായി ജനിക്കുന്ന മാമോദിസ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ത്രിത്വാത്മകത മനുഷ്യനിലേക്ക്, മറ്റു വാക്കിൽ പറഞ്ഞാൽ ത്രിത്വത്തിൽ നിന്ന് ആരംഭിച്ച് ആ പരമമായ ആ സമാഗമം, സ്വർഗീയ സമാഗമത്തിൽ എത്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മളെ മാമോദീസയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനെന്താണ്? അവിടെ ഉച്ചനീചത്വമില്ല, പദവികളില്ല, എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. അല്ലാതെ വേറെ പദവികളില്ല. 2-ാം വത്തിക്കാൻ കൗൺസിലാണ് നമ്മൾ പ്രത്യേക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എല്ലാവരും ദൈവിക പദ്ധതിയിൽപ്പെട്ടവർ. അതുകൊണ്ടാണ് തിരുസഭയെക്കുറിച്ചുള്ള 1-ാമത്തെ അധ്യായം അതൊരു കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് നമുക്കറിയാം.
തിരുസഭകൾ. എന്താണ് ആദ്യത്തെ അധ്യായം? രൂപതയും ഇടവകയും ഒന്നുമല്ല, സഭ ദൈവീക പദ്ധതിയാണ്, മിസ്റ്ററിയാണ്. ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ് നമുക്ക് ദൈവത്തിനറിയാം. നമ്മളെല്ലാം ആ ദൈവീക പദ്ധതിയിൽ പെട്ടവരാണ്. രണ്ടാമത്തേത്, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ഈ ദൈവത്തിൻ്റെ ജനം എന്നുള്ള ആ പദം തന്നെ എക്ലേസ്യ തെയ്യു, അത് പഴയ നിയമത്തിൽ യഹൂദ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ പുതിയ നിയമത്തിലെ ഇസ്രായേലാണ്. അതാണ് 2-ാം അധ്യായത്തിൽ അത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ കടന്നുപോക്കലിനെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പദാവലിയാണ് ആ 2-ാം വത്തിക്കാൻ കൗൺസിലിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പുതിയ തെറ്റുകളും കുറ്റങ്ങളും പഴയ നിയമചരിത്രം നമുക്ക് അനാവരണം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലും സഭ വിശുദ്ധമാണ്. കാരണം അത് സ്ഥാപിച്ചത് ദൈവമാണ്, ദൈവപുത്രനാണ്, അനാദിയിൽ ദൈവിക പദ്ധതിയാണ്. സഭയിലെ എല്ലാ സംവിധാനങ്ങളും ആ ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങനെയാണ്? നിൻ്റെ രാജ്യം വരണം, ദൈവത്തിൻ്റെ രാജ്യം നിലവിൽ വരണം. മനുഷ്യൻ്റെ നിർമ്മിതമായ ഒരു രാജ്യവുമല്ല, റോമാ സാമ്രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ പറയും ഡയോസിസ് എന്നുള്ള പദം തന്നെ ഗ്രീക്കിൽ ഡിയോയിക്കെയിൻ, അതാണ് ഡയോസിസ് എന്നുള്ള വന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. എൻ്റെ ലോകം ഐഹികമല്ല. അതുകൊണ്ട് നമ്മൾ അമിതമായി ഈ ഭൗതിക വ്യവസ്ഥയിൽ ആസക്തരായി സഭ എന്ന് പറഞ്ഞാൽ രൂപതയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചാൽ അത് സഭയുടെ ആ എല്ലാം കടന്നു പോകുന്നതാണ്. ഈ സംവിധാനങ്ങളെല്ലാം കടന്നു പോകും, നീ മാത്രം നിലനിൽക്കുന്നു. ഇവിടെ നമ്മൾ ഈ പെസഹ ആചരണം ആചരിക്കുമ്പോൾ കുടുംബതലത്തിൽ അത് ആചരിക്കുന്നത് എന്താ? പഴയ നിയമത്തിൽ ആ ഫറവോൻ്റെ ഈജിപ്തിലെ ആ ഭരണത്തിൽ നിന്നുള്ള വിമോചനം പോലെ നമ്മൾ ഈ ഭൗതിക വ്യവസ്ഥയിൽ നിന്നുള്ള കടന്നുപോക്കലാണ്. നമുക്കിവിടെ സ്ഥിരമായ ഭവനമില്ല. ഇവിടെ ആ നിത്യതയിലുള്ള സമാഗമത്തിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ആ പ്രയാണത്തിലാണ് നമ്മൾ, ആ തീർത്ഥാടനത്തിലാണ് നമ്മൾ. ഈ കടന്നുപോക്കലിൻ്റെ ആ അതിമനോഹരമായ ചിന്തകളാണ് പെസഹ ആചരണത്തിലൂടെ നമ്മളിവിടെ കടന്നു വരേണ്ടത്. നമ്മൾ അവിടെ കുഞ്ഞാടിൻ്റെ രക്തം ആണ് വാതിൽപ്പടിയിൽ രക്ഷാകര അടയാളമാക്കിയെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ആ പെസഹ ആചരണമാണ്. അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് ഇതുപോലെ നമ്മളും ഇന്ന് ഈ പെസഹ ആചരിക്കുകയാണ്. എല്ലാം കടന്നു പോകും. ഇന്നലെയുള്ളവർ ഇന്നിവിടെ ഇല്ല, ഇനി വരെയില്ല. യാത്രക്കാർ മുന്നിലതാ നിനക്ക് അപകടമല്ലോ. ഈ ലക്ഷ്യം നമുക്ക് നൽകാനായിട്ട് സ്ഥിരമായ നമുക്കൊരു വസതി ഇല്ല എന്നുള്ള ബോധ്യമാണ് ഈ പെസഹ തിരുനാളിൻ്റെ ഉൾപ്പൊരുൾ. നിന്റെ രാജ്യം വരണം, ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നമ്മളിന്ന് ഈ പെസഹ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മളുടെ ഈ ചിന്തകൾ, പ്രത്യേകിച്ച് 2-ാം വാറ്റിക്കാൻ കൗൺസിൽ സഭയുടെ നവീകരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി, അതുപോലെ തന്നെ സഭയുടെ ഐക്യത്തിനും വേണ്ടി നമ്മൾ വിളിച്ചു കൂട്ടിയ 21-ാം ജോൺ മാർപ്പാപ്പ വിളിച്ചു കൂട്ടിയ എക്യുമെനിക്കൽ കൗൺസിൽ, 2-ാം വാറ്റിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം നമുക്ക് നുകരാൻ പരിശ്രമിക്കാം. എല്ലാം കടന്നു പോകും, നീ മാത്രം നിലനിൽക്കുന്നു. നിൻ്റെ രാജ്യം വരണം. ആ ദൈവത്തിൻ്റെ ജനം എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നമുക്ക് കർത്താവിൻ്റെ നേതൃത്വത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശും എടുത്തുകൊണ്ട് വരട്ടെ. അങ്ങനെ ആ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ഈ തീർത്ഥാടനത്തിൽ, ഈ പെസഹ ആചരണത്തിൽ നമുക്ക് ഉൾച്ചേരാം. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെയും ഉയർപ്പ് തിരുനാളിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.